പടം കണ്ടിട്ട് ഹാപ്പിയാണ്. അടിപൊളി. നല്ല കലക്കൻ. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും പെർഫോം ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട്. അതെല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നത്. നല്ല പടല്ലേ, അടിപൊളി പടല്ലേ. ഇതിലെ പോണേ ഇതില് കണ്ടില്ല, ആരും പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകർ എല്ലാവരും കാണുന്നു. അടിപൊളി പടം. പടം എങ്ങനെയുണ്ട്? നല്ല പടം. ഇഷ്ടപ്പെട്ടോ? ഫൈറ്റൊക്കെ ആ ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റും ഫീലും രോമാഞ്ചൊക്കെ ഇടയ്ക്ക് വരും. നല്ലതാണ്, അടിപൊളിയായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കണ്ട. കുറെ ചിരിക്കാനും ഫൈറ്റ് കാണാൻ, കുറച്ച് റൊമാൻസ് കാണാൻ, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരും. ഇത് തന്നെ ഒന്ന് കാണണം ഉറപ്പായിട്ടും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അച്ഛൻ്റെ ഒപ്പം അല്ലേ ഇരുന്നത്. അച്ഛൻ ഇതിൽ ഞാൻ പറയില്ലായിരുന്നു. ബട്ട് യെസ്, അച്ഛന് ഒരുപാട് ഇഷ്ടമായി, സന്തോഷമായി ആൾക്ക്. അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫിലിമും അച്ഛന് ഇഷ്ടമായി. പുള്ളിയുടെ എഴുത്താണ്. പുള്ളി എവിടെ നിന്നൊക്കെ കണ്ടുപിടിക്കുന്ന വരുന്നു. ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. ഇത്രയും വെറൈറ്റി കിസ് ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. അല്ല എന്താ പറയാ, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയും ഇറങ്ങി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നമ്മൾ ചെയ്തതിന്റെ എങ്ങനെയാണ് വന്നേക്കണെന്ന് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടപ്പോ ഒരു ശ്വാസം വിട്ടു. കാതൽ എന്ന് പറഞ്ഞ സിനിമ ഒരു കാമായിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഇത് നേരെ തിരിച്ച് ഭയങ്കര ഇടിയും ബഹളം കോമഡി അങ്ങനെ. അപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ എന്താ തോന്നിയത്? അതേപോലെയാണ് ഈ സിനിമ കാണുന്ന പോലെ തന്നെയാണ് സെറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ്. ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചു വളർന്നത് ആ ഒരു മൂഡിൽ തന്നെയാണ്. അതേ സ്കൂളിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് ഇവരുടെ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ. അത് വൺ ഓഫ് ദി ബെസ്റ്റ്. ഞാൻ കണ്ടില്ലല്ലോ. ട്രെയിൻ ഉണ്ടായിരുന്നോന്ന്. ട്രെയിൻ ഞാൻ സ്ട്രെയിൻ ആയിരുന്നോ? ഇല്ല, ഞങ്ങള് വളരെ ഈസി ആയിട്ട് ഒരു വേദനകളും ഇല്ലാതെ വളരെ ഈസി ആയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. വെറുതെ പറഞ്ഞ കേട്ടോ, ഭയങ്കര ഹാർഡ് വർക്കും കാര്യങ്ങളാണ്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. സിനിമ കണ്ടിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു നമുക്കൊക്കെ ഈ ഒരു സ്പോർട്സ്മാൻ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഓഡിയൻസ് എന്നുള്ള നിലയിൽ അഭിനയിച്ചെന്നുള്ളത് ഞാൻ നോക്കുന്നില്ല. ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ അതേ സാധനം തന്നെ സിനിമയിൽ കാണാൻ സാധിച്ചു. ബോക്സിങ് നമുക്ക് ആ ഒരു എഫക്റ്റ് കറക്റ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു തീം കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് ആ സിനിമ. താങ്ക് യു. എല്ലാം ഭംഗിയായി. ഞാൻ അരങ്ങയുടെ അച്ഛനാണ് അഭിനയിച്ചത്. അടിപ്പടാണോ? ഇടിപ്പടം തന്നെയാണ്. ഇടി കാണാൻ ഇഷ്ടമുള്ളവർക്കും ബോക്സിങ് കാണാൻ ഇഷ്ടമുള്ളവർക്കും തീർച്ചയായും കാണാൻ പറ്റുന്നതും എൻ്റർടൈൻ ചെയ്ത് ഇരിക്കാൻ പറ്റുന്നതായിട്ടുള്ള മൂവി തന്നെയാണ് ആലപ്പുഴ ജിങ്കാന. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. എന്താ പറയണ്ടേ, എന്ത് പ്രതീക്ഷ വരണം? അടിപൊളിയാവും. എന്ത് പ്രതീക്ഷ വന്നാൽ അടിപൊളിയാവും എന്നൊക്കെയാണ്. ബോക്സിംഗ് ആണ് ഏറ്റവും മെയിൻ. അടിപൊളി സെറ്റ് പടമായിരുന്നു. അത് ഫുൾ ക്രെഡിറ്റ് റഹ്മാൻക്കൊക്കെയാണ്. ഖാലിദ് റഹ്മാൻ എന്നുള്ള ഫിലിം മേക്കറാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ്. കാരണം ഇത് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ടാണ് അന്ന് എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ഫുൾ ഇംപ്രൈസേഷൻ അല്ല, ഫുൾ റഹ്മാൻയുടെ തലയിലാണ് ഫുൾ. റഹ്മാൻക്ക് എന്ന് പറഞ്ഞു തരുന്ന സാധനം നമ്മൾ ചെയ്യുന്നു, അത്രയല്ല.